ഒരുപാട് ദിവസമായി എനിക്ക് ഒരുപാടായി ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ഇന്നാണ് തോന്നുന്നു അതിനുള്ള ഏറ്റവും കറക്റ്റ് ദിവസം എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോടൊരു പറയാനൊരു കാര്യമുണ്ട്. അറ്റ്ലീസ്റ്റ് എന്നെ സ്നേഹിക്കുന്ന എന്റെ ഫോളോവേഴ്സിനോടും സബ്സ്ക്രൈബേഴ്സിനോടും എനിക്ക് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയാനുണ്ട്. ഡിവോഴ്സ് എന്നുള്ളത് ആരുടെ ലൈഫിലും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, എപ്പോൾ വേണമെങ്കിലും ഇന്ന് സന്തോഷത്തിലായിട്ട് നാളെ എന്തെങ്കിലും ഒരു റീസൺ, എന്തോ റീസൺ വന്നു കഴിഞ്ഞാൽ നടക്കാവുന്ന ഒന്നേ ഉള്ളൂ ഈ ഡിവോഴ്സ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് എപ്പോൾ നടക്കുന്നു എപ്പോൾ സംഭവിക്കുന്നു പറയാൻ പറ്റില്ല. ആരും ജീവിതത്തിൽ അങ്ങനെ നടക്കാതിരിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതെ, നമ്മൾ കുറേ ആൾക്കാരെ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ആണെങ്കിലും ഫുൾ വീഡിയോസ് ആണെങ്കിലും ഫാമിലി വ്ളോഗേഴ്സ് ആണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവർ എന്നും ഒരുപോലെ ആയിരിക്കണം എന്നൊന്നും നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. കാരണം റിയൽ ലൈഫും ഒക്കെ വ്യത്യാസമായിരിക്കും. പല ആളുകളും പലപ്പോഴും ഫേക്കായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ജീവ അപർണയുടെ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ അവർ 11 വർഷം ഒരുമിച്ച് ജീവിച്ചിട്ടാണ് അവസാനം ആ ലൈഫ് വേണ്ട, ഒരുമിച്ച് വേണ്ട, ഇനി ഒറ്റയ്ക്ക് മതി എന്നൊരു തീരുമാനം എടുക്കുന്നത് അല്ലേ. അതിന് നമുക്ക് ഒരിക്കലും അവരെ കുറ്റം പറയാനും കഴിയില്ല. സോഷ്യൽ മീഡിയയിൽ അവരെല്ലാ കാര്യങ്ങളും കൊണ്ടു ഇടുന്നത് കൊണ്ടാണ് ആളുകൾ ഇതൊക്കെ അറിയുന്നത്. അല്ലെങ്കിൽ ഇത് ആരും അറിയില്ല. സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ നടക്കുന്ന ഒരു വിഷയമാണ് ഇത്തരത്തിലുള്ള കല്യാണങ്ങളും ഇത്തരത്തിലുള്ള ഡൈവോഴ്സുകളും ഒക്കെ അല്ലേ. പക്ഷേ ഇവിടെ അവർ കൊണ്ടുവന്നിട്ട പോസ്റ്റുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരാളെ കുറ്റപ്പെടുന്ന രീതിയിലൊരു പോസ്റ്റർ അവരിടുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരാൾ നല്ലവരും ഒരാൾ മോശമാവും. ഇവിടെ ഇപ്പം ജീവ എന്ന് പറയുന്ന പയ്യനെ എല്ലാവരും വലിച്ചു കീറാൻ തുടങ്ങി എന്ന് പറയേണ്ടി വരും. കാരണം ആ പെൺകുട്ടിക്ക് ഇപ്പോഴാണ് സ്വാതന്ത്ര്യം കിട്ടിയത് എന്ന് പറയുന്ന ഒരവസ്ഥയിൽ അവർക്ക് ഇപ്പോഴാണ് ശ്വാസം എടുക്കാൻ കഴിഞ്ഞതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ആളുകൾ അതിനെ വേറെ രീതിയിൽ കാണും. ഓക്കെ, ലൈഫാണ്, ഒരുമിച്ച് ജീവിക്കാൻ എല്ലാ കാലത്തും കഴിഞ്ഞെന്ന് വരില്ല. ഒരുമിച്ച് പോകാൻ കഴിയില്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ ആ ബന്ധം തുടരാതിരിക്കുക നല്ലത്. അല്ലാതെ ചില ആളുകളെ പോലെ കുറെ വൃത്തികേടുകൾ കാണിക്കുന്ന ആളുകളുണ്ട്, ഇറങ്ങിപ്പോക്ക് മറ്റുള്ള ആളുകളുടെ കൂടെ. അതൊക്കെ സത്യത്തിൽ നാണക്കേടാ. എന്തായാലും അസ്സലാമു അലൈക്കും, കുറച്ച് കാര്യങ്ങൾ പറയാണ്ട് കേൾക്കാം. ഇനി എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ സോഷ്യൽ മീഡിയ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇവരുടെ ഫിലിം ആക്ടേഴ്സ് ഇവരുടെ ഡിവോഴ്സ് വരുമ്പോൾ മാത്രം ഇത്രയും സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും സന്തോഷം അല്ലെങ്കിൽ കളിയാക്കാനും തോന്നുന്നത്? ഞാൻ എല്ലാവരും എല്ലാം പറയുന്നത്, പക്ഷേ കുറച്ച് കൂട്ടം ആൾക്കാർക്ക് ഒരു ബ്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും. ഒരുപാട് ആൾക്കാർക്ക് ജെനുവിനായിട്ട് വിഷമം തോന്നുമെങ്കിലും ഇതിൽ വിഷമം തോന്നേണ്ട പോലും ആവശ്യമില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇത് രണ്ട് വ്യക്തികൾ തമ്മിൽ എടുക്കുന്ന ഒരു ഡിസിഷനാണ്. അവർക്ക് ഒത്തുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ ഡിവോഴ്സ് ആവുന്നത്. അപ്പോൾ അതിൽ നമ്മൾ വിഷമിക്കേണ്ട അവർ ആവശ്യം വരുന്നില്ല. കാരണം ആ വ്യക്തികൾക്ക് മാത്രമേ ഉള്ളൂ എന്താ ഗോ ത്രൂ ചെയ്യുന്ന ഒരു കാര്യം എന്നുള്ളത്. എനിക്ക് പക്ഷെ പറയാനുള്ളത്, എന്തിനാണ് ഇത് സെലിബ്രേറ്റ് ചെയ്യുന്നത്? കുറെ ആൾക്കാർക്ക് കുത്തി നോക്കിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇതൊക്കെയല്ലേ റിയൽ അല്ല എന്നുള്ളത് ഇപ്പൊ മനസ്സിലായില്ലേ? ഈ കാണുന്ന ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും അല്ലെങ്കിൽ കാണുന്ന സിനിമ ആൾക്കാരും ഒക്കെ ഇത്രേ ഉള്ളൂ ഇവരുടെ ലൈഫ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ. കണ്ടില്ല അവർ എന്ത് ഹാപ്പി ആയിരുന്നൊന്നും കണ്ട് നിങ്ങൾ തുള്ളരുത്. എന്തൊക്കെയായിരുന്നു ഇവരെന്തൊക്കെയാ കാണിച്ചു കൂട്ടിയിരുന്നത്, എന്തൊക്കെയായിരുന്നു എന്നുള്ളൊരു സാധനം ഇതൊക്കെ ഞങ്ങൾ മുന്നേ പ്രെഡിക്റ്റ് ചെയ്തതാ. ഓക്കെ, മുന്നേ പ്രെഡിക്റ്റ് ചെയ്ത ഒരുപാട് ആളുകൾ പല വിഷയത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ അങ്ങനെ തന്നെയാണ്. ഏകദേശം 52 ആഴ്ച എങ്ങാനും മുൻപ് ഒരാളിട്ടൊരു പോസ്റ്റർ സൈഡിലിട്ടിട്ടുണ്ടാവും. അതായത് ഇതധികം മുന്നോട്ട് പോവില്ല എന്നും ഡൈവോഴ്സ് ആകും എന്നുള്ളതാണ് ഒരു വ്യക്തി കമൻ്റ് ഇട്ടിട്ടുള്ളത്. പല ആളുകളുടെ ലൈഫിലേക്കും കയറി ചെന്ന് പല ആളുകളും കമൻ്റ് ഇടാറുണ്ട്. പക്ഷെ പലതും നടക്കാറുണ്ട് എന്നുള്ളതാണ്. ഏതൊരു സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങാനും ജീവോടെ പോയ സമയത്ത് ഭാര്യ ആൾക്ക് കൈ കൊടുക്കുന്ന സമയത്ത് ഉണ്ടായ ഒരു ചെറിയൊരു സംഭവമാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ വന്ന പോസ്റ്റർ കമൻ്റ് ഇതാണ്: ഇതുപോലെ തന്നെ അനുമോളുടെ വിവാഹ ദിവസം ആ വീഡിയോയും ഫോട്ടോയും വെച്ചിട്ട് ഇത് അധികം മുന്നോട്ട് പോകില്ല എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു സെലിബ്രിറ്റീസ്, ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഇവരിലാണ് ഏറ്റവും കൂടുതൽ അധികം നാൾ മുന്നോട്ട് പോകാത്ത ഇത്തരം ദാമ്പത്യ ജീവിതങ്ങൾ കണ്ടിട്ടുള്ളത്. സിനിമാ മേഖലയിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. ചില ആളുകൾ വിവാഹം കഴിക്കാതെ പോലും ഒരുമിച്ച് ജീവിച്ച് ഒരുപാട് കാലങ്ങൾക്ക് ശേഷം വിവാഹം കഴിക്കുന്ന ആളുകളുണ്ട്. അതും അത്ഭുതമാണെന്നുള്ളതാണ്. കാരണം 11 വർഷങ്ങൾ ഒരുമിച്ച് ജീവിച്ചു, പ്രണയിച്ച് വിവാഹം കഴിച്ചു, എന്നിട്ട് പോലും അവർക്ക് രണ്ടുപേർക്കും മനസ്സിലാക്കാൻ ഒരുപാട് സമയമെടുത്തു എന്നുള്ളതാണ്. അവർക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ല, അതിനെ വലിയ ഭാഗ്യമാണ്. കാരണം കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ആ ഒരു വേദന, ആ ഒരു വിഷമം, അതൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് ശരിയാട്ടോ. ഒരാളുടെ കല്യാണ വീഡിയോ വരുവാണ്, ഒരാൾ കല്യാണം കഴിച്ച് പറയുന്നത് അതിന്റെ താഴെ ഒരു മെജോറിറ്റി കമന്റ്സ് ഇതായിരിക്കും: ഇത് കയറി വന്ന 1 വർഷം 2 വർഷം എന്നുള്ള ഒരു കമന്റ് ആയിരിക്കും കൂടുതൽ. നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന്റെ വീഡിയോക്ക് പോലും ഇപ്പോഴും ഒരു ഷോർട്സ് ഇപ്പോഴും അത് റീച്ച് പോയി എനിക്കറിയില്ല കേട്ടോ. ഇത്രയും വർഷം കഴിഞ്ഞാണ്, 3 വർഷം കഴിഞ്ഞാണ് ആ വീഡിയോ ഷോർട്സ് ഭയങ്കര റീച്ച് പോകുന്നത്. ഞാൻ അഞ്ചുക്ക് നിക്കാതെ കഴിഞ്ഞ് പോകുന്ന ഒരു വീഡിയോക്ക് ഞങ്ങൾ പറയുന്നത് നിക്കാതെ കഴിഞ്ഞു പ്രാർത്ഥനയല്ല, ഇപ്പോഴും വരുന്നുണ്ട്. ഇവൻ ഫ്രോഡാണ്, ഇവള് ഫ്രോഡാണ്, ഇവൾ ഇത് തെറ്റി പിരിഞ്ഞ് പോകുന്നുണ്ട്. ഇന്നലെയും കൂടി കമന്റ്സ് വന്നുകൊണ്ടിരിക്കട്ടോ ആ ഷോർട്സിന്. അത് പോട്ടെ, അത് മാറ്റിയിടും. എന്ന് കല്യാണം കഴിഞ്ഞതാണ് ഇവരെ. ഇപ്പോഴും ആളുകൾ ഒരുമിച്ച് ജീവിക്കില്ല. പിന്നെ ഇവരെ പേരിന് അജുക്കെ അങ്ങനെ എന്തോ അല്ലേ. അതും വെച്ചുകൊണ്ട് കുറെ ആളുകൾ എന്തൊക്കെ കമന്റ് ഇടുന്നത് കണ്ടിട്ടുണ്ട്. അതായത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ആളുകളുടെ വിവാഹം കഴിയുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇത്തരം കമന്റ് ഇടുന്നത്. പല അനുഭവങ്ങളും ഉണ്ട്, അതുകൊണ്ടാണ് ഇഷ്ടം പോലെ കാര്യങ്ങൾ നമ്മൾ ഇതിനെ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ടാവും ആളുകൾ കമന്റ് ഇടുന്നത്. എനിക്ക് തോന്നുന്നത് ഒരുപാട് സിനിമ നടന്മാരൊക്കെ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ട് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട്. സിനിമാ മേഖലയിൽ നിന്ന് കല്യാണം കഴിച്ച ആളുകൾ, ഇപ്പോൾ ബിജു മേനോനും സംയുക്ത വർമ്മയൊക്കെ ഒരു വലിയ ഉദാഹരണമായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അല്ലേ. അവർ തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ നമുക്കറിയില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ ഇല്ലെങ്കിൽ തന്നെ
അല്ലെങ്കിൽ അവരെ നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് എങ്ങനെയാ, നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ഒരുപാട് സെലിബ്രിറ്റീസ് ബന്ധം വേറിട്ട് പോകുന്ന അവസ്ഥയുണ്ട്. ആളുകളെ കുറ്റം പറയാനും കഴിയില്ലേ, നിരന്തരം നമ്മളിത് കണ്ടുകൊണ്ടിരിക്കില്ലേ, അതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും ജഡ്ജ്മെന്റിലാവുന്നത്? സാധാരണക്കാർ ഇത് ആരുടെ ജീവിതത്തിലും വേണമെങ്കിൽ സംഭവിക്കും. ഇപ്പൊ സോഷ്യൽ മീഡിയയിലുള്ള എന്റെ ഫേസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ ഫേസ് ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയി അല്ലെങ്കിൽ ഫേമസ് ആയി അല്ലെങ്കിൽ അത് എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഉള്ളതുകൊണ്ടാണ് അത് ഡിവോഴ്സ് ആയി എന്ന് അറിയുന്നത്. എത്രയോ സാധാരണക്കാരൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉള്ളവർ സാധാരണക്കാരാണ്. ഞാൻ സാധാരണക്കാരൻ ഇവിടെ എടുക്കാനുള്ള ടേം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിലൊന്നും ഇല്ലാത്ത വളരെ പേഴ്സണൽ ലൈഫ് കൊണ്ട് നടക്കുന്ന നമ്മുടെ വീട്ടിലെ മറ്റംഗങ്ങൾ പോലെ എത്രയോ പേർക്ക് ഡിവോഴ്സ് നടക്കുന്നുണ്ട്. എത്രയോ പേര് വീട്ടിൽ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, തമ്മിലടി നടക്കുന്നുണ്ട്, ചീത്തവിളി നടക്കുന്നുണ്ട്, ഡിവോഴ്സസ് നടക്കുന്നുണ്ട്, അടിച്ചുപിരിയൽ നടക്കുന്നുണ്ട്, കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ നടക്കുന്നുണ്ട്. ഇത് സെലിബ്രിറ്റീസിന്റെ വീട്ടിലും അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സിന്റെ വീട്ടിലും മാത്രമാണോ നടക്കുന്നത്? നിങ്ങളെപ്പോലെ തന്നെ സാധാ മനുഷ്യന്മാരാണ് ഇവരും എല്ലാവരും, ഞാനും ബാക്കി എല്ലാവരും സാധാ ആൾക്കാരാണ്. എപ്പോൾ വേണമെങ്കിലും എന്ത് പ്രശ്നം വേണമെങ്കിലും നടക്കാം. ഇതിപ്പോൾ ഞാനൊരു പെർട്ടിക്കുലർ ഒരാളെ വെച്ചിട്ടല്ല ഞാനൊരു വീഡിയോ ചെയ്യുന്നത്. ഒരുപാട് ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരുപാട് വിഷയങ്ങൾ കണ്ടു. സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ഫാമിലീസിൽ മാത്രം ഒതുങ്ങി കൂടുന്ന പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെയോ സോഷ്യൽ മീഡിയയിൽ വരും. അപ്പോൾ ഏതെങ്കിലും ഒരു ടീമിനാവും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ബാക്കിയുള്ളവരെ തെറി വിളിക്കും, നീ അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ ഇങ്ങനെ. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു രണ്ട് ഹസ്ബൻഡ് വൈഫിന്റെ ഇടയിൽ സംഭവിക്കും. അപ്പോൾ പിന്നെ ഒരു ടീമാവും അവിടെ ചീത്ത വിളി നടക്കും. പിന്നെ ഇന്നിപ്പോ ഞാൻ ഈ പോസ്റ്റ് എന്തുകൊണ്ട് ഈ വീഡിയോ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം എന്താണെന്ന് മനസ്സിലാക്കണം. പക്ഷെ എനിക്ക് പേരുകളോ അല്ലെങ്കിൽ ഈവൻ ക്യാപ്ഷനിലും ടൈറ്റിലും തമ്മിലും പോലും എനിക്ക് അങ്ങനെ ഒരാളുടെയും പേരുകൾ ഉപയോഗിക്കരുത്. ഞാൻ കോമൺ ആയിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊരു ഇൻഫ്ലുവൻസേഴ്സിന്റെ ഇത് മാത്രം നടക്കുന്ന ഒരു കാര്യം. നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിക്കാതിരിക്കട്ടെ. നാളെ നിങ്ങളുടെ വീട്ടിൽ സംഭവിച്ചേക്കാം. നിങ്ങളുടെ സോഷ്യൽ മീഡിയ ആയിട്ടോ മറ്റൊന്നാണോ അല്ല. സോഷ്യൽ മീഡിയയിൽ ഇത്തരം കണ്ടന്റുകൾ ഇടുന്നത് ഇത്തരം കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. അവരുടെ ഒരു വിവാഹബന്ധം വേറിടുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ആഘോഷിക്കും, ചിലപ്പോൾ അതെടുത്ത് റിയാക്ട് ചെയ്യും, സാധാരണയാണ്. പക്ഷേ സാധാരണക്കാരുടെ ലൈഫിൽ നിങ്ങൾ പറഞ്ഞല്ലോ അങ്ങനെ ഒരുപാട് ഉണ്ടാവാറുണ്ട് എന്നുള്ളത്. ഉണ്ടാവാറുണ്ട്, ആരും അറിയുന്നില്ല, അവരാരും അറിയിക്കുന്നില്ല. അറിയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ അത് റിയാക്ട് ചെയ്യും, ചർച്ച ചെയ്യും. ഇപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ നാട്ടുകാരത്ത് ചർച്ച ചെയ്യുന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവരെ പോലെയുള്ള സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് ചെയ്ത് സോഷ്യൽ മീഡിയ വഴി വളർന്നു വന്ന ആളുകളാണ്. ഇപ്പൊ ഇവർ തന്നെ പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങി, ആ ചാനൽ തുടങ്ങി അധികം വൈകാതെ തന്നെ ഭയങ്കര വൈറലായി, അവരിടുന്ന വീഡിയോസ് ആളുകൾ സ്വീകരിക്കാൻ തുടങ്ങി. അപ്പോൾ പിന്നെ അവർ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിടുമ്പോൾ അവരെ ഇഷ്ടപ്പെടുന്ന ആളുകൾ അത് ചർച്ച ചെയ്യും, അവരെ കുറ്റം പറയാൻ കഴിയില്ല, ഇഷ്ടപ്പെടാത്ത ആളുകളും ചർച്ച ചെയ്യും. സാധാരണക്കാരുടെ കാര്യത്തിൽ വലിച്ചിടിച്ചിട്ട് ഒരു കാര്യമില്ല. സാധാരണക്കാർക്ക് സ്വകാര്യത ഉണ്ട്, അവരുടെ സ്വകാര്യതയിലേക്ക് ആരും കയറി ചെല്ലാറില്ല. പക്ഷേ സ്വകാര്യത ഓപ്പണാക്കി പബ്ലിക് ഇട്ട് കൊടുക്കുന്ന ആളുകൾ പറയും ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി എന്നുള്ളത്. അതാണ് ഏറ്റവും വലിയ കോമഡി എന്നുള്ളതാണ്. പല ഫാമിലി വ്ളോഗേഴ്സും ഈ തിന്നതും തുപ്പിയതും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ കൊടുന്ന് ഇങ്ങനെ ഇടും. അത് ഇട്ട് കഴിഞ്ഞ് അവസാനം ആരെങ്കിലും അത് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പറയും ഞങ്ങളുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറി എന്നുള്ളത്. അങ്ങനത്തെ ഒരു വാക്കിന്റെ ആവശ്യമുണ്ടോ? എല്ലാ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൊടുത്ത് ഇടുന്നുണ്ടല്ലോ. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ ഭയങ്കര സ്നേഹത്തിലായിരിക്കും, ഭയങ്കര പോലെയായിരിക്കും. കുറേ കാലം ഒരുമിച്ച് ജീവിക്കുമ്പോഴാവും പല 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 പ്രശ്നങ്ങൾ നമ്മുടെ ലൈഫിൽ വരെ. കുറച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ വരെ മനുഷ്യന്മാരാണ് മാറും. അന്ന് പറഞ്ഞ കാര്യം ഇരിക്കില്ല. നമ്മൾ 2-3 വർഷം കഴിഞ്ഞ് മാറും. നമ്മൾ മാറും. വർഷങ്ങൾ കൂടുന്നതനുസരിച്ച് നമ്മുടെ പ്രായം കൂടും, നമ്മുടെ മെച്യൂരിറ്റി ലെവൽ കൂടും, നമ്മൾ ചിന്തിക്കുന്ന രീതി മാറും, എല്ലാം മാറും. ഒരു വട്ടത്തിൽ ഞാൻ എന്റെ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ഒരു കാര്യം പറഞ്ഞാൽ 10 വർഷം കഴിഞ്ഞാൽ ഞാൻ അതേ കാര്യം പറയുന്നതാണോ നിങ്ങൾ വിചാരിക്കുന്നല്ല. ഞാൻ ഒരു മാസം മുന്നേ പറഞ്ഞ കാര്യം ചിലപ്പോൾ 2 മാസം കഴിഞ്ഞാൽ മാറ്റി പറയും. കാരണം നമ്മുടെ തോട്ട് പ്രോസസ് മാറുവാണ്. എല്ലാ വ്യക്തികളും അങ്ങനെയാണ്. അതെന്താ നമ്മൾ ചിന്തിക്കാത്തല്ലേ? അതെ അതെ അതെ. അപർണ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, അവരൊരു ഇന്റർവ്യൂവിൽ പറയുന്ന വാക്കുണ്ട്, നമ്മളെല്ലാ കാര്യങ്ങളും തുറന്നു പറയണം, പാർട്ണറുടെ മുന്നിൽ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല. അതിപ്പോ സാമ്പത്തികപരമായിട്ടുള്ള കാര്യമാണ്, എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും. അത് കഴിഞ്ഞ് അടുത്ത ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു വാക്ക്, അധികം വൈകാതെ തന്നെ പറഞ്ഞ വാക്കാണ്, നമ്മളങ്ങനെ എല്ലാ കാര്യങ്ങളും പറയരുത് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പൊ പറഞ്ഞത് നാളെ മാറ്റി പറയുന്നത്, നിലപാടില്ലായ്മ എന്ന് പറയേണ്ടി വരും. പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് ചിലപ്പോൾ പല കാര്യങ്ങളും മാറ്റി പറഞ്ഞെന്ന് വരുത്താം. നമ്മൾ മനസ്സിലാക്കാൻ കുറച്ച് കാര്യങ്ങൾ വൈകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ തീരുമാനങ്ങളിലോ നിലപാടുകളിലോ ഒക്കെ ഇടക്കൊക്കെ മാറ്റം വരും. എല്ലായ്പ്പോഴും മാറ്റം വരുന്നുണ്ടെങ്കിൽ പിന്നെ ജീവിതം വെച്ചുകൊണ്ടുള്ള ആ ഒരു നിലപാട് മാറ്റം ഉണ്ടല്ലോ, നല്ലൊരു പരിപാടിയല്ല. ഇപ്പോ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാര് ഇപ്പോ ഒരു കാര്യം, അവർ ഡിവോഴ്സ് ആണെന്ന് അനൗൺസ് ചെയ്യുന്നേക്കാൾ മുന്നേ ഈ കാണുന്ന നമ്മള് ചകഞ്ഞെടുത്തിട്ടുണ്ടാവും, മുന്നേ പ്രെഡിക്ട് ചെയ്തിട്ടുണ്ടാവും. അതിൽ ചിലതൊക്കെ സത്യവും ചിലതൊക്കെ തെറ്റായിരിക്കും. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ട് അൺഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഫോട്ടോസ് ഇല്ലാതിരിക്കുമ്പോൾ തന്നെ നമ്മൾ കൂടുതലാക്കും, പിന്നെ ആളെ കാണാതിരിക്കുമ്പോഴൊക്കെ കൂടുതലാവും. അങ്ങനെ എപ്പോഴും നമ്മൾ ഏതിടുന്ന വീഡിയോസിനും ഫോട്ടോസിലും, അതെനിക്ക് നല്ല അനുഭവം ഉള്ളതാണ് ഞാൻ പറയുന്നത്, എല്ലാ ഫോട്ടോസിനും വീഡിയോയൊക്കെ താഴെ കമന്റ് വരും, എന്ത് പറ്റി നിങ്ങൾ പിരിഞ്ഞോ. അങ്ങനെ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഈ ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഈ ഒരു യൂട്യൂബേഴ്സ് സോഷ്യൽ മീഡിയ ആൾക്കാരോ അവസാനം പോസ്റ്റ് ഇടും, ഓക്കെ ഞങ്ങൾ വേർപിരിഞ്ഞു, ഞങ്ങൾ രണ്ടായി കൊണ്ടുവരും. അതിൽ പിന്നെ 2 വിഭാഗം ഉണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് ഇത് പബ്ലിക്കലി ആക്കേണ്ടായിരുന്നത് വെറും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണെങ്കിലും പിന്നെ നിങ്ങൾ എന്തിനാ ഇപ്പൊ ഈ പോസ്റ്റ് ഇടേണ്ട ആവശ്യം, നിങ്ങൾക്ക് മൂവ് ഓൺ ആയ പോലെ. എത്രയോ ചോദ്യങ്ങൾ വന്നിട്ട് എത്രയോ സഹി കെട്ടിട്ടാണ് അങ്ങനെ പോസ്റ്റ് ഇടുന്നത്. കാരണം ആ ചോദിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഈ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കൂട്ടരും ചിലപ്പോൾ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരിക്കും. ആ പോസ്റ്റിൽ 2 പോലെ എഴുതിയിട്ടുണ്ടാവില്ല. അത് പിന്നെ
തുലാസിൽ വെച്ചിട്ട് അളക്കും. ഇതിൽ ഏറ്റവും നന്നായിട്ട് എഴുതിയതാരാ, ഇതിൽ ഏതെങ്കിലും ഒരു ലൈൻ പിടിച്ചിട്ട് എന്തിനിപ്പോ അങ്ങനെ എഴുതി, അപ്പൊ ഇവിടെയാണ് മോശം തെറ്റ്. നമ്മൾ എന്തിന് ജഡ്ജ്മെന്റിലാവണം? നമുക്കറിയോ അവരുടെ ലൈഫിൽ എന്താ സംഭവിച്ചേക്കണെന്ന്. ഓരോ ആൾക്കാര് ഓരോ ഓരോ ഇപ്പൊ ഓരോ സാധനം എഴുതിയിട്ടുണ്ടല്ലോ. അതെ, എന്താണ് അവരുടെ ലൈഫിൽ സംഭവിച്ചതെന്ന് നമുക്കറിയില്ല. പക്ഷേ ഒരാളിടുന്ന പോസ്റ്റർ വളരെ മാന്യമായ രീതിയിൽ ഞങ്ങൾ ഈ ബന്ധം ഇവിടെ അവസാനിപ്പിക്കുന്നു, മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്ത് അവസാനിപ്പിക്കുന്നു എഴുതുന്നു. തൊട്ടപ്പുറത്ത് ആ സ്ത്രീ എഴുതുന്ന പോസ്റ്ററിൽ എനിക്കിപ്പോഴാണ് സമാധാനം കിട്ടിയതെന്ന് പറയുമ്പോൾ, എനിക്കിപ്പോഴാണ് ശ്വാസം കിട്ടിയതെന്ന് പറയുമ്പോൾ, എനിക്കിപ്പോഴാണ് സുരക്ഷിതത്വം കിട്ടിയതെന്ന് പറയുമ്പോൾ, സ്വാഭാവികമായിട്ട് അത് വായിക്കുന്ന ഏതൊരു മലയാളിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ പയ്യന്റെ അടുത്ത് നിന്ന് അവർക്കതൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു എന്നുള്ളത്. ആ ഒരു കാര്യത്തിനെ ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല കേട്ടോ. നിങ്ങളത് ഏത് രീതിയിൽ എടുത്താലും അത് ന്യായീകരിക്കാൻ കഴിയില്ല. നമ്മുടെ മാനസികാവസ്ഥക്ക് അനുസരിച്ചിരിക്കും എഴുതി വെക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, ഇപ്പൊ ഞാനൊക്കെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് അല്ലെങ്കിൽ മൂഡില്ലാണ്ടാണ് ഞാൻ ഇരിക്കുന്ന സമയത്ത് എന്റെ വായിന്ന് വരുന്നതും ഞാൻ എഴുതുന്നതും ഒക്കെ കംപ്ലീറ്റ് എന്റെ ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ ഏത് കാലത്താ ജീവിക്കുന്നത്? നമ്മൾ ഇപ്പൊ അവര് സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ, ബാക്കിയുള്ള ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ എങ്ങനെയും ക്രൂശിക്കുക എന്നുള്ളതല്ല അടുത്ത്. നമ്മൾ അറ്റ്ലീസ്റ്റ് നമുക്കൊരു എമ്പത്തി എന്ന് പറഞ്ഞ സാധനം, നമുക്ക് എമ്പത്തറ്റിക് ആവാം അല്ലെ? നമുക്ക് അവരുടെ ലൈഫായി, അവരുടെ പാടായി, നമുക്ക് നല്ല വാക്കുകളൊന്നും പറയാനില്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ. കുത്തി നോവിച്ചിട്ട് നമുക്ക് എന്ത് രസമാണ് കിട്ടുന്നത് അവർക്ക്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ഇപ്പോഴും ഞാൻ എന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഓരോ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫിൽ പല വിഷയങ്ങൾ നടക്കും, പല സാധനങ്ങൾ നടക്കും. ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹമുള്ളതുണ്ടാവും, ആഗ്രഹമില്ല, സീക്രട്ട് ആയിട്ട് വെക്കാൻ ആഗ്രഹിക്കുന്ന കുറെ കാര്യങ്ങൾ എല്ലാവരുടെയും ലൈഫിൽ ഉണ്ടായിരിക്കും. അതൊക്കെ കുത്തിപ്പൊക്കിക്കോ ചിലവർ കൊണ്ടുവരും. ചില ആൾക്കാർ അതിന്റെ ഒക്കെ സീക്രറ്റ്സ് എന്നൊക്കെ തപ്പി ഏതാണെന്നൊക്കെ തപ്പി, അങ്ങനെയൊന്നും ചെയ്യരുത്. എല്ലാവരും ഹ്യൂമൻസ് ആണ്. ഇപ്പൊ നമുക്കത് ഇഷ്ടപ്പെടും ഇല്ല, അതേപോലെ തന്നെ എല്ലാവരുടെയും കാര്യത്തിൽ. സോ എന്തെങ്കിലുമൊക്കെ രീതിക്ക് ഇതായിട്ടുണ്ടെങ്കിൽ ഒന്ന് മാത്രം ആലോചിക്കുക, നിങ്ങളെപ്പോലെ മനുഷ്യന്മാരാണ് സോഷ്യൽ മീഡിയ ഉള്ളവരും, ഏലിയൻസ് അല്ല. ഏതൊരു കുടുംബത്തിലും സംഭവിക്കാവുന്ന ഒന്നാണ് ഡിവോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഏതൊരു ലൈഫിലും ഏതൊരു കുടുംബത്തിലും സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് ഈ ഡൈവേഴ്സ്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ, ഇപ്പൊ ഈ ബന്ധം വേറെടുത്ത് ഈ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ 2 പോസ്റ്റർ ഇട്ടിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഇവരുടെ കാര്യങ്ങൾ ഇതിൽ കുത്തിപ്പൊക്കണം എന്നുണ്ടെങ്കിൽ മറ്റാളുകളോട് ചോദിക്കേണ്ട ആവശ്യമില്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ കിടക്കുക. ഇവർ കൊടുത്ത ഇൻ്റർവ്യൂസ്, ആ ഇൻ്റർവ്യൂസിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ചർച്ച ഇല്ലായ്മ കുറേ ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതൊന്നും കുത്തിപ്പൊക്കി കൊണ്ടേണ്ട കാര്യമില്ല എന്ന് തന്നെ പറഞ്ഞെന്ന് കൂട്ടുക. അവരെ ഇഷ്ടപ്പെടുന്ന, അവരെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർക്കാണ് ഈ കൺഫ്യൂഷൻസ് ഉണ്ടാവുക. അവരിഷ്ടപ്പെട്ടിരുന്നത് അവരെ രണ്ടുപേരെ ഒരുമിച്ചിട്ടായിരുന്നു. ഇനിയിപ്പോൾ ആ ഒരു വ്യൂവേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയും, 2 രീതിയിലായി മാറും. അതൊക്കെ നമ്മൾ കാലങ്ങളായിട്ട് കാണുന്നതല്ലേ. പിന്നെ എല്ലാവരുടെ ലൈഫിലും സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ തന്നെയാണിത്. 11 വർഷം ഒരുമിച്ച് ജീവിച്ച അവസാനം അവർ ഈ ബന്ധം വേറിടാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ രണ്ടുപേരും ഒരേ രീതിയിലുള്ള ഒരു പോസ്റ്റർ ഇട്ടിരുന്നെങ്കിലും ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഈ ഒരു സ്ത്രീ ഇത് പറഞ്ഞതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് താങ്കൾ പറഞ്ഞു എന്ന് എനിക്ക് തോന്നുന്നത്. ഒരു പുരുഷൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എന്താവുമായിരിക്കും അവസ്ഥ? അപ്പം ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഒരു പാട്ട് കേട്ടോളൂ. വീണ്ടും വരാൻ പുതിയ വാർത്താ വിശേഷങ്ങളും അതിലേക്ക് സന്ധ്യപ്പെടപ്പാണ് സൈനിങ്. കണ്ണിൽ കത്തും ദാഹം ഭാവജാലം പീലി നീട്ടി, വർണ്ണങ്ങളാൽ മേലെ കതിർമാല കൈകൾ നീട്ടി, സ്വർണ്ണത്തേരേറി ഞാൻ തങ്കത്തിങ്കൾ പോലെ, ദൂരെ ആകാശ നക്ഷത്ര പൂക്കൾ തൻ തേരോട്ടം. ആ മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോയി നീളെ, താഴെ തളിരാർന്ന പൂവനങ്ങൾ, മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ.